Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് പഠിച്ചു തുടങ്ങിയത്. അതിൽ സൈറസ് സിലിണ്ടറിലെ കൺസെപ്റ്റ്സ് എങ്ങനെയാണ് ഗ്രീസിലും റോമിലും സ്പ്രെഡ് ചെയ്തത്, അതുപോലെ തന്നെ മാഗ്ന കാർട്ട, ഈ കൺസെപ്റ്റ്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി എങ്ങനെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ആശയം പിന്നീട് ഡെവലപ്പ് ചെയ്തതെന്നാണ് ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അടുത്തത് ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. സോഷ്യൽ കോൺട്രാക്ട് തിയറിയുടെ മലയാളം എന്ന് പറയുമ്പോഴത്തേക്ക് സാമൂഹിക കരാർ സിദ്ധാന്തം എന്നൊക്കെ പറയും. The doctrine of social contract theory was closely linked with the theory of natural law because the basis upon which the natural law theories were formulated was the same for social contract also. ഈ നാച്ചുറൽ ലോ തിയറീസ് എന്ന് പറയുന്നത് ഈ സ്റ്റോയിക് ഫിലോസഫേഴ്സ് ഡെവലപ്പ് ചെയ്ത തിയറി ആയിരുന്നു. അവർ നാച്ചുറൽ ലോ തിയറീസ് അടിസ്ഥാനപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ ആൾക്കാർ അവരുടെ ലൈഫിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കുറേ ആചാരാനുഷ്ഠാനങ്ങൾ ഒരു ലോ ആയിട്ട് എങ്ങനെ മാറി എന്നുള്ളതാണ് നാച്ചുറൽ ലോയ്ക്കകത്ത് അവർ പറഞ്ഞത്. ആ സെയിം ബേസിസ് തന്നെയാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറിയിലും പറയുന്നത്. സോഷ്യൽ കോൺട്രാക്ട് തിയറിക്കകത്തും അവർ നാച്ചുറൽ ലോയെ പറ്റി പറയുന്നുണ്ട്. അത് ഈ സ്റ്റോയിക്സ് മുന്നോട്ട് വെച്ച അതേ സെയിം തിയറി തന്നെയാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറിയും മുന്നോട്ട് വെക്കുന്നത്. So these doctrines became popular during the 16th and 17th century through the writings of Thomas Hobbes, John Locke and Jean-Jacques Rousseau. അപ്പോൾ ഇവർ ഈ പറഞ്ഞ നാച്ചുറൽ ലോ തിയറി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കൂടുതൽ പോപ്പുലർ ആവുന്നത് 16th 17th സെഞ്ച്വറിയിൽ ഹോബ്സ്, ലോക്ക്, റൂസോ എന്നറിയപ്പെടുന്ന ആ ട്രയോയുടെ സോഷ്യൽ കോൺട്രാക്ട് തിയറിയിലൂടെയാണ്. ഇവരെ മൂന്നുപേരെയും സോഷ്യൽ കോൺട്രാക്ട് തിയറിസ്റ്റുകളാണ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവർ ഈ നാച്ചുറൽ ലോ എന്ന് പറയുന്ന ആശയത്തെ കൂടുതൽ പോപ്പുലറൈസ് ചെയ്ത തിയറിസ്റ്റുകളാണ്. ഇനി അടുത്ത ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നതാണ് പെറ്റിഷൻ ഓഫ് റൈറ്റ്സ്. ഇംഗ്ലണ്ടിൽ വന്ന പെറ്റിഷൻ ഓഫ് റൈറ്റ്സ് 1628. ഈ പെറ്റിഷൻ എന്ന് പറയുമ്പം നിവേദനം എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം ഇറ്റ് വാസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സിവിൽ ലിബർട്ടി സെൻഡ് ബൈ ദ ഇംഗ്ലീഷ് പാർലമെൻറ്റ് ടു ചാൾസ് ഫസ്റ്റ്. അപ്പം അന്ന് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ചാൾസ് ഫസ്റ്റ് എന്ന് പറയുന്ന രാജാവിൻ്റെ അനാവശ്യമായിട്ടുള്ള പണം ചെലവാക്കുന്ന ഒരു രീതി, അതുപോലെ തന്നെ ആൾക്കാരിൽ നിന്ന് കൂടുതൽ ടാക്സ് പിരിക്കുന്ന രീതി, ഇതിനെല്ലാം എതിരായിട്ടാണ് ഇംഗ്ലീഷ് പാർലമെൻറ്റ് ഒരു പെറ്റിഷൻ സൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ പെറ്റിഷൻ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പെറ്റിഷൻ ഇനിഷ്യേറ്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് സർ എഡ്വേർഡ് കോക്കാണ്. അദ്ദേഹം 4 പ്രിൻസിപ്പിൾസ് ആണ് ഈ പെറ്റിഷനിലൂടെ ഈ ചാൾസ് ഫസ്റ്റിന് കൺവേ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ആ 4 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, ആദ്യത്തേത് നോ ടാക്സേഷൻ വിതൗട്ട് ദ കൺസെൻറ്റ് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ അനുവാദം കൂടാതെ കിങ്ങിന് ഒരു തരത്തിലും ടാക്സ് ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്യാൻ പാടില്ല. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് നോ ഇംപ്രിസൺമെൻറ്റ് വിതൗട്ട് കോസ്. സാധാരണ ആൾക്കാരെ അല്ലെങ്കിൽ കുറ്റം ചെയ്ത എന്ന് ആരോപിക്കുന്ന ആൾക്കാരെ വെറുതെ കയറി അവരെ തടങ്കലിടാനായിട്ട് സാധിക്കത്തില്ല. അതിൻ്റെ കാരണം കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഒരാളെ ഇംപ്രിസൺ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് നോ ക്വാർട്ടറിങ് ഓഫ് സോൾജേഴ്സ് ഓൺ സബ്ജക്ട്സ്. ഈ ക്വാർട്ടറിങ് ഓഫ് സോൾജേഴ്സ് എന്ന് പറയുന്നത് ഈ പണ്ട് കാലങ്ങളിൽ ബ്രിട്ടനിൽ കണ്ടിരുന്ന ഒരു രീതിയാണ്. പറയാം, സൈനികരെ പാർപ്പിക്കുക എന്നാണ് ക്വാർട്ടറിങ് ഓഫ് സോൾജേഴ്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ ഉണ്ടായിരുന്ന സൈനികർക്ക് അവർക്ക് ഇഷ്ടമുള്ള വീട്ടിൽ കയറി താമസിക്കാനുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നു. അത് സാധാരണ ജനങ്ങളുടെ ലൈഫിനെയാണ് അത് കൂടുതൽ ബാധിച്ചത്. കാരണം ഇത് ഒരു സോൾജർ ഒരു സാധാരണ ആളുടെ വീട്ടിൽ താമസിക്കാൻ വരുമ്പോഴത്തേക്ക് അത് അവർ അനുവദിക്കണം, അവർക്കത് നിഷേധിക്കാൻ പറ്റത്തില്ല. അത് എതിർക്കുവാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. അതായിരുന്നു. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയും ഈ ഒരു പെറ്റിഷൻ മുന്നോട്ട് വെച്ചു.
അടുത്തതെന്ന് പറയുന്നത് നോ മാർഷ്യൽ ലോ ഇൻ പീസ് ടൈം. മാർഷ്യൽ ലോ എന്ന് പറയുമ്പോൾ പട്ടാള നിയമം എന്നാണ്. അപ്പോൾ സമാധാനം നിലനിൽക്കുന്ന സമയത്ത് പട്ടാള നിയമം നടപ്പിലാക്കിക്കൂടാ എന്നാണ് പിന്നീട് ഈ പെറ്റീഷൻ വഴി ആവശ്യപ്പെട്ടത്. സോ ഈ 4 പ്രിൻസിപ്പിൾസ് ആണ് സർ എഡ്വേർഡ് കോക്ക് ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് വഴി ചാൾസ് ഫസ്റ്റിനോട് ആവശ്യപ്പെട്ടത്. അപ്പം ഈ പെറ്റീഷൻ വഴി ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ ദേ വാണ്ടഡ് എ റീകമ്മിറ്റ്മെൻറ്റ് ഫ്രം ദ ക്രൗൺ ടു ഒബ്സർവ് ദ റൂൾ ഓഫ് ലോ. അപ്പം ക്രൗൺ എന്ന് പറഞ്ഞാൽ രാജാവ് രാജ്ഞി ആരാണോ അധികാരത്തിലുള്ള അവരിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ് അവർ ഈ പെറ്റീഷൻ മെയിനായിട്ടും സൈൻ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ആ ഉറപ്പെന്ന് പറയുന്നത് എന്താണ്? ഉറപ്പെന്ന് പറയുന്നത് ടു ഒബ്സർവ് ദ റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ എന്ന് പറയുമ്പോൾ നിയമവാഴ്ച. ആ കൺസെപ്റ്റ് ഒറിജിനേറ്റ് ചെയ്തത് തന്നെ ബ്രിട്ടനിൽ നിന്നാണ്. നിയമവാഴ്ച എന്ന് പറയുമ്പോൾ ഓൾ ആർ ഈക്വൽ ഇൻ ദ ഐസ് ഓഫ് ലോ. നിയമത്തിൻ്റെ മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്നൊരാശയം അവിടെ ബ്രിട്ടനിൽ നടപ്പിലാക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് രാജാവിൽ നിന്ന് കിട്ടുക. ഇതായിരുന്നു ഈ പെറ്റീഷൻ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിച്ച മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുക, അവരുടെ ലൈഫിൽ ഒരു തരത്തിലുള്ള കൂടുതലായിട്ടുള്ള ഇടപെടൽ മൊണാർക്കിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുക. അതാണ് ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അടുത്ത മെയിൻ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ബിൽ ഓഫ് റൈറ്റ്സ് ആണ് 1689 വന്നത്. So after the glorious revolution of 1688, the English Bill of Rights was signed in 1689. ഗ്ലോറിയസ് റെവല്യൂഷൻ നിങ്ങൾക്കറിയാം, ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റ് ഭയങ്കരമായിട്ട് അധികാരത്തിൽ വന്ന ഒരു റെവല്യൂഷനാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനെ ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്ന് വിളിക്കാറുണ്ട്. പാർലമെൻറ്റ് ഈ റെവല്യൂഷൻ വന്നതിന് ശേഷമാണ് കിങ്ങിനേക്കാൾ കൂടുതൽ അധികാരമുള്ള ഒരു കേന്ദ്രമായിട്ട് മാറുന്നത്. സോ ഗ്ലോറിയസ് റെവല്യൂഷൻ പെർമനൻ്റ്ലി എസ്റ്റാബ്ലിഷ്ഡ് ദ പാർലമെൻറ്റ് ആസ് ദ റൂളിംഗ് പവർ ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഭരണ കേന്ദ്രമായിട്ട് പാർലമെൻറ്റിനെ മാറ്റിയത് ഈ പറഞ്ഞ ഗ്ലോറിയസ് റെവല്യൂഷനാണ്. So the bill guaranteed basic civil rights to the citizens. ബ്രിട്ടീഷ് ബിൽ ഓഫ് റൈറ്റ്സ് വഴി ബ്രിട്ടീഷ് പൗരന്മാർക്ക് കൂടുതൽ പൗര അവകാശങ്ങൾ ഗ്യാരണ്ടി ചെയ്യുകയാണ് പ്രധാനമായിട്ടും ചെയ്തത്. പിന്നത് രണ്ടാമത്തത് ഇറ്റ് ലെയ്ഡ് ഡൗൺ ലിമിറ്റ്സ് ടു ദ പവേഴ്സ് ഓഫ് ദ മൊണാർക്ക്. രാജാവിൻ്റെ പവേഴ്സിന് ഒരു പരിധി നിശ്ചയിക്കുക എന്നുള്ളതായിരുന്നു ഈ ബിൽ ഓഫ് റൈറ്റ്സ് കൊണ്ട് രണ്ടാമത് ഉദ്ദേശിച്ചത്. എന്ന് പറയുമ്പോൾ രാജാവ് കൂടുതലായിട്ട് ആൾക്കാരുടെ കാര്യങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ ഇടപെടാനായിട്ട് പാടില്ല. ഒരു നിയന്ത്രണം കൊണ്ടുവരാം രാജാവിൻ്റെ ഈ ഒരു പവറിന്. അതാണ് രണ്ടാമത് ബിൽ ഓഫ് റൈറ്റ്സ് കൊണ്ട് ശ്രമിച്ചത്. മൂന്നാമത്തത് the power of king was reduced and the British Parliament declared its supremacy over the crown in clear terms. രാജാവിൻ്റെ അധികാരം വളരെയധികം കുറയ്ക്കുകയും ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ സുപ്രിമസി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുമാണ് ബ്രിട്ടീഷ് ബിൽ ഓഫ് റൈറ്റ്സ് വഴി ശ്രമിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പാർലമെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴത്തേക്ക് പാർലമെൻറ്റിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആക്ച്വലി ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്നതാണ്. ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്ന ആൾക്കാരായതുകൊണ്ട് അവർ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയോടുകൂടിയായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആശയമാണ് ഈ ബിൽ ഓഫ് റൈറ്റ്സ് വഴി മുന്നോട്ട് വെച്ചത്. അതുവരെ ബ്രിട്ടനിൽ നിലനിന്നിരുന്നു പറഞ്ഞാൽ മൊണാർക്കിനായിരുന്നു കൂടുതൽ അധികാരം, പാർലമെൻറ്റിന് ഒരു അധികാരമൊന്നും ഇല്ലായിരുന്നു. അപ്പം മൊണാർക്ക് ചെയ്യുന്നത് ഒരു സ്വേച്ഛാധിപരമായിട്ടുള്ള രീതിയിലായിരിക്കും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുമായിട്ടായിരുന്നു ശ്രമിച്ചിരുന്നത്. ഇത്രയാണ് ബ്രിട്ടീഷ് ബിൽ ഓഫ് റൈറ്റ്സിനകത്ത് പറയുന്നത്. പിന്നീട് വന്നതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് 1776 വന്നത്. സോ അമേരിക്ക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ബ്രിട്ടനിലൊരു കോളനി ആയിരുന്നു. അമേരിക്കയിൽ അന്ന് 13 കോളനികളായിരുന്നു
ബ്രിട്ടനിൽ ഉണ്ടായിരുന്നത്. സോ ദീസ് കോളനീസ് റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ഇംഗ്ലണ്ട് ഫോർ ദിയർ ഇൻഡിപെൻഡൻസ്. ഈ 13 കോളനീസും ബ്രിട്ടനിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി ആയിരുന്നു അവർ ഈ റിവോൾട്ട് നടത്തിയത്. സോ ദേ ബിഗാൻ ടു റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ അൺജസ്റ്റ് ടാക്സസ് ഇമ്പോസ്ഡ് അപ്പോൺ ദം. ഈ ബ്രിട്ടീഷുകാർ ഈ കോളനീസിൽ ഇമ്പോസ് ചെയ്ത നിയമവിരുദ്ധമായിട്ടുള്ള ടാക്സ്, അതിനെതിരെയായിരുന്നു അമേരിക്കൻസ് ഈ റിവോൾട്ട് നടത്തിയത്. അപ്പം അവർ മെയിനായിട്ട് ശ്രമിച്ചത് ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇവർക്ക് മുക്തി കിട്ടുക, അതിന് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനം അവർ കൊണ്ടുവന്നു. ആ പ്രഖ്യാപനത്തെയാണ് അതിനെ ആണ് നമ്മൾ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അത് ജൂലൈ 4, 1776 അത് കൊണ്ടുവന്നത്. So it was a declaration against the government which did not reflect the will of the people. ജനങ്ങളുടെ താല്പര്യം റെപ്രസെൻ്റ് ചെയ്യാത്ത ഒരു ഗവൺമെൻറ്റിനെ അവരുടെ അധികാരത്തിൽ നിന്ന് കളയുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നതാണ് ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ദ ഡിക്ലറേഷൻ ലേഡ് സ്ട്രെസ് ഓൺ 2 themes. രണ്ട് കാര്യങ്ങൾക്കാണ് ഈ ഡിക്ലറേഷൻ ഊന്നൽ നൽകിയത്. ഒന്ന് വ്യക്തിഗത അവകാശങ്ങളും മറ്റേത് റൈറ്റ് ടു റെവല്യൂഷൻ എന്ന് പറയുമ്പം വിപ്ലവം നടത്താനുള്ള അവകാശങ്ങളും. അതിനകത്ത് റൈറ്റ് ടു റെവല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വെറുതെ കയറി ഒരു വിപ്ലവം നടത്തുകയല്ല, മറിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വയം ഭരണ അവകാശം നേടാനുള്ള ഒരു അവകാശം, അതിനു വേണ്ടി വിപ്ലവം നടത്താനുള്ള ആ റൈറ്റ്, അതാണ് ഇവിടെ റൈറ്റ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾക്ക് റൈറ്റ് ടു സ്പീച്ച്, റൈറ്റ് ടു എക്സ്പ്രഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് തോട്ട്, അതെല്ലാമാണ് ഈ വ്യക്തിഗത അവകാശങ്ങളെന്ന് പറയുന്നത്. ഈ രണ്ട് തീംസിനുമാണ് ഈ ഡിക്ലറേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഈ ഡോക്യുമെൻ്റ് ഡ്രാഫ്റ്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് തോമസ് ജെഫേഴ്സൺ ആണ്. പിന്നീട് അമേരിക്കയിലെ 3rd പ്രസിഡൻ്റായിട്ട് വന്ന വ്യക്തിയാണ് ഈ തോമസ് ജെഫേഴ്സൺ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, താങ്ക് യു.